സാർ, ഞങ്ങൾ ആശമാർ ഇപ്പം നിരാശയിലാണ്. ഞങ്ങൾക്ക് പ്രകടന പത്രികയിൽ കണ്ടു ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന്. എങ്കിലും ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളെ സ്ഥിരപ്പെടുത്തുമോ? ഞങ്ങൾ കോവിഡ് കാലഘട്ടം മുതൽ ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ, ഫീവർ എന്ന് വേണ്ട സകല കാര്യത്തിന് ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യാത്ത ജോലിയുണ്ട്. അപ്പം ഞങ്ങൾ ജോലി ചെയ്ത സന്നദ്ധരാണ്, അത് പറഞ്ഞാണ് ഞങ്ങൾ കെയർ ചെയ്തു. എങ്കിൽ ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടില്ല. അപ്പം ഞങ്ങളുടെ കാര്യം ഒന്ന് പരിഗണിച്ച് സാറിൻ്റെ തുടർ ഭരണം വന്നാൽ ഞങ്ങളെ പരിഗണിക്കുമോ? നിങ്ങൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രകടന പത്രിക ഞങ്ങൾ ഏറ്റവും ഊന്നൽ കൊടുത്തൊരു കാര്യം അതാണ്. സത്യമാണ്, ആശാ വർക്കർമാർ ചെയ്ത് ഞാൻ മുൻപ് ഇവിടെ MP ആയിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം അവരുടെ സേവനത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വിലമതിക്കത്തക്കതാണ്. നമ്മുടെ ഒരു സത്യത്തിൽ ആരോഗ്യ മേഖലയിൽ ആശാ വർക്കർമാർ ചെയ്യുന്ന വലിയ കാര്യമാണ്. അതുപോലെ അംഗനവാടി ടീച്ചർമാരും സത്യത്തിൽ അവർ ചെയ്യുന്ന ഒരു സാധാരണ ടീച്ചർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഒരു അംഗനവാടി ടീച്ചറും ചെയ്യുന്നത്. പക്ഷേ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഗജാന്തരം വ്യത്യാസമാണ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും അംഗനവാടി, ആശ, അതുപോലെ തന്നെ തൊഴിലുറപ്പ്, ഈ പറയുന്ന മേഖലയൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രവർത്തിക്കുന്ന മേഖലകളെല്ലാം അടിസ്ഥാനപരമായി അവരുടെ ശമ്പളം മെച്ചപ്പെട്ട രീതിയിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള വളരെ കമ്മിറ്റ്മെൻറ്റ്